ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും നല്ലൊരു ദിവസത്തെ കാണുവാൻ സഹായിച്ച കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. പ്രഭാത കാലത്തില് ദൈവത്തിന്റെ വചനം നമുക്ക് ആശ്വാസവും സന്തോഷവും നൽകുവാൻ ഒന്ന് ധ്യാനിക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്. ഈ പ്രഭാത കാലത്തില് നമുക്ക് നൽകി തന്നിരിക്കുന്ന മനയുടെ ആ വചനമെന്ന് പറയുന്നത്, പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും, ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും. ഇതിന് സ്തോത്രം. ദൈവത്തിന്റെ വചനങ്ങള് നമുക്ക് തന്നിരിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, നമ്മളെ ഈ ലോകത്തില് നമ്മളെ കർത്താവ് തെരഞ്ഞെടുക്കുമ്പോൾ നാം ഏറ്റവും അധസ്ഥിത അവസ്ഥയിൽ നിന്നാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടുത്തെ വചനത്താലാണ് നമ്മളെ വിശുദ്ധീകരിച്ച് ഈ അനുഭവത്തിലാകുവാൻ നമ്മളെ സഹായിക്കുന്നത്. ഇന്ന് സദൃശവാക്യങ്ങളുടെ ആ പുസ്തകത്തില് ശലോമോൻ ജ്ഞാനി ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ്: പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും, എന്നാൽ ശാസന കൂട്ടാക്കുന്നവന് ബഹുമാനം ലഭിക്കും. കർത്താവ് അനേക ഉപമകളെ പ്രസ്താവിച്ചിട്ടുണ്ട്. അതിലൊരു ഉപമ 18-ാം അധ്യായത്തില് നമ്മള് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തില് ഇപ്രകാരം ക്ഷമയെക്കുറിച്ചും കൊടുക്കവാങ്ങലിനെ കുറിച്ചൊക്കെ അനേക ഉപമകള് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അതില് ഒരു ഉപമ ഇപ്രകാരം കർത്താവ് പറയുന്നുണ്ട്. അതായത് 18-ാം അധ്യായത്തില് കടം വീട്ടുന്ന ഒരു ഉപമയാണ്. ഇപ്രകാരം പറയുകയാണ്: സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സാദൃശ്യമാണ്. രാജാവ് കണക്കുകളെ നോക്കി തുടങ്ങി. അപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തനുണ്ട്. അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ 10,000 റാത്തൽ പൈസ കൊടുക്കാനുള്ള ദാസൻ വീണ് അവനെ നമസ്കരിച്ച്, യജമാനനെ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞു, അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. എന്നാൽ ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു. തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കി, നിന്റെ കടം തീർക്ക് എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് ഉപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കിച്ചു. ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ട് വളരെ ദുഃഖിച്ചിട്ട് ചെന്ന് സംഭവിച്ചതെല്ലാം യജമാനോട് ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കുകയാൽ ഞാൻ ആ കടമൊക്കെ ഇളച്ചു തന്നല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപമയിലൂടെ കർത്താവ് നമ്മുടെ മനോഭാവങ്ങളെ ഒന്നുകൂടി തേച്ച് മിനുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. കരുണ എന്ന് പറയുന്നതായ വലിയ ഒരു കാര്യം, അത് ദൈവ സ്വഭാവമാണ്. കരുണ, മനസ്സലിവ്, അത് നമ്മളിലേക്ക് പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. ഇവിടെ ഈ ഉപമയില് 10,000 രൂപ കൊടുക്കാനുള്ള ഒരു യജമാനന്റെ അടുത്ത് അവന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ കാലിൽ വീണ് മാപ്പ് അപേക്ഷിച്ചപ്പം, തന്നു തീർത്തോളാം, എനിക്ക് ഇളവ് തരണമെന്ന് പറഞ്ഞപ്പോഴത്തേന് ആ ദാസനോട് ക്ഷമിച്ചിട്ട് തന്നു തീർക്കാം, നിനക്ക് ഒരവധിയും വെച്ചു അവനത് കൊടുക്കാമെന്ന് പറഞ്ഞു പോവുകയാണ്. വഴിയിലാണ് അവന് 100 രൂപ കൊടുക്കാനുള്ള ഒരു കടക്കാരൻ എതിർപ്പെടുന്നത്. അവനെ പിടിച്ചു നിർത്തി, അവന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് അവനെ ആക്ഷേപം പറയുന്നതായ ഈ ഉപമയിലെ ഈ ദുഷ്ടദാസൻ, മനസ്സലിവെന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു സ്വഭാവമാണ്. അത് ആ മനസ്സലിവില്ലായ്മയാണ് വീണ്ടും ആ 10,000 താലന്തുള്ളവനെ ദുഷ്ടനെന്ന് വിളിക്കുവാൻ ഇടയാക്കിയതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അസ്ഥാനത്തുള്ള ദുരുപയോഗമാണ് അവനെ കടക്കാരനാക്കിയത്. ഇന്ന് അനേകം പേര് കടക്കെണിയിൽ പെട്ടിട്ട് ഒരു ആത്മഹത്യയിലൂടെ കുടുംബം മുഴുവനും നഷ്ടപ്പെടുന്ന അനുഭവത്തിലൂടെ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നാം വായിച്ചു കേൾക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുമ്പം അവരുടെ ദൂർത്താണ് അതിന് കാരണമെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ദാരിദ്ര്യവും ലജ്ജയും ഒക്കെ വരുന്നത്
പ്രബോധനം കൈക്കൊള്ളാതിരിക്കുമ്പോഴാണ് ദൂരത്തിലേക്ക് തിരിയുന്നത്. ആരെയും കൂട്ടാക്കാതെ ജീവിക്കുന്ന ഒരു അനുഭവത്തിലൂടെ ആകുമ്പോഴാണ് ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. എന്നാല് നമുക്കുള്ളതിന് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം ഉള്ള വ്യക്തിക്ക് അങ്ങനെ സംഭവിക്കേണ്ട ആവശ്യം വരത്തില്ല. അവർക്ക് മാനവും അവർക്ക് ബഹുമാനം ലഭിക്കും. ശാസന അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ ചെയ്യാതിരിക്കുന്നവർക്ക് അത് ശാസനയാണ്. അത് കേൾക്കുന്നതിന് മാനം ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവ് നമ്മുടെ അനവധിയായ പാപങ്ങൾ ക്ഷമിച്ചു തന്നു. കടമെന്ന് പറയുന്നത് പാപങ്ങളെ കുറിച്ചാണ്. അതെല്ലാം ദൈവം നമുക്ക് ക്ഷമിച്ചു തരുന്നുണ്ട്. അപ്പൊ ആ ക്ഷമ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുവാൻ തക്കവണ്ണമുള്ളതാണ്. നമുക്ക് ക്ഷമിച്ചു കിട്ടിയ ആ അളവ് നൊത്തവണ്ണം നമ്മുടെ സമൂഹത്തിലുള്ളവരോട് കരുണ കാണിക്കുവാൻ തക്കവണ്ണമാണ് ദൈവം നമുക്ക് നമ്മുടെ പാപങ്ങളും നമ്മുടെ കടങ്ങളും ക്ഷമിച്ചു തരുന്നത്. നമ്മുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിച്ച് കിട്ടുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റമില്ലാതെ കർക്കശക്കാരായിട്ട് ജീവിച്ചാൽ നമ്മൾ അതിനകത്ത് ദുഃഖിക്കേണ്ടതായിട്ട് വരും. ഇവിടെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ധനം, അതിൻ്റെ ഉപയോഗങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. എല്ലാത്തിനും ദൈവം കണക്ക് ചോദിക്കുന്ന ഒരു ദിവസവുമുണ്ട്. നമുക്ക് നൽകി തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവിടുത്തെ ദാനമാകിയാൽ ദാനം അതിന് കണക്ക് ചോദിക്കുമോ എന്ന് ചോദിക്കും. പക്ഷെ ദുരുപയോഗം ചെയ്ത് നാം വീണ്ടും മോശമായിട്ട് ഉള്ള അനുഭവത്തിലേക്ക് പോകാതിരിക്കണം. അതിനുവേണ്ടിയാണ് നമുക്ക് എല്ലാ നന്മകളും ദൈവം നൽകി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭവനത്തിലുള്ളവര് ജോലി ചെയ്യാതിരുന്ന് അല്ലെങ്കിൽ അവരെ സുഖിപ്പിക്കുക എന്നുള്ളതൊന്നും ദൈവം അനുവദിച്ചിട്ടില്ല. അധ്വാനിക്കുവാനും നമ്മൾ ഓരോ കർത്തവ്യങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്യുവാനുമുള്ള പാഠങ്ങളായിരിക്കണം നമ്മുടെ ചുറ്റുപാടുമുള്ളവര് നമ്മളിൽ നിന്ന് ലഭിച്ചു അവർക്ക് കൊടുക്കേണ്ടത്. അതുപോലെ നമ്മളൊരാൾക്ക് കടം കൊടുത്തു, അത് ചോദിക്കേണ്ടെന്ന് വേദപുസ്തകം പറഞ്ഞു. പക്ഷെ അത് ഇളച്ചു കൊടുക്കുവാനുള്ളൊരു ബാധ്യസ്ഥത, അല്ലെങ്കിൽ അവർക്കൊരു സമയം കൊടുക്കുവാനുള്ളൊരു ബാധ്യസ്ഥത നമുക്ക് ഉണ്ടാകണം. നാം ഒരാൾക്ക് കടം കൊടുത്തിട്ട് അത് കിട്ടാതെ വരുമ്പം മോശമായ രീതിയിൽ ആ വ്യക്തിയെ അതും ഒക്കെ പറയുകയാണെങ്കിൽ അവർ കടം വീട്ടി കഴിഞ്ഞാലും അവരുടെ ഹൃദയത്തിൽ ഏറ്റ മുറിവുകൾ ഉണങ്ങണമെന്നില്ല. നമ്മൾ പറഞ്ഞ വാക്കുകൾ അത് അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് കടം കൊടുക്കുമ്പോഴും കടം വാങ്ങുമ്പോഴും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ചെലവുകളെ നിയന്ത്രിക്കുകയും അതുപോലെ നമ്മൾ കൊടുക്കുന്നത് സ്നേഹത്തോടെ വാങ്ങുവാൻ കരുണയുള്ള ഒരു മനസ്സും നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ജോലിയും ചെയ്യാതെ കടം വരുത്തി വെക്കുന്നവർക്ക് കൂടെ കൂടെ കടം കൊടുക്കുവാൻ വേദപുസ്തകം അനുശാസിക്കുന്നില്ല. അവരധ്വാനിച്ച് അവരുടെ കാര്യങ്ങൾ ചെയ്യണം. ചില ആളുകൾ കടങ്ങൾ കൂട്ടിയിടും. എന്നാൽ അവര് അധ്വാനിക്കുകയോ അവരതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യാതെ ഇരിക്കുന്ന അനുഭവങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ദൈവവചനം നമ്മളോട് പറയുന്നില്ല. കാരണം പ്രബോധനം ത്യജിക്കുന്നവർക്കാണ് ആ അനുഭവങ്ങൾ വരുന്നത്. അപ്പം ശാസന കൂട്ടാക്കി നേരാമണ്ണം ജീവിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികള് തൃപ്തരായിട്ട് ജീവിക്കുമ്പോൾ ആ തൃപ്തി അവരെ ലജ്ജയില്ലാത്തൊരു ജീവിതത്തിലേക്ക്, മാനമുള്ളൊരു ജീവിതത്തിലേക്ക് നയിക്കും. അതിനായിട്ട് നമ്മള് മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. എന്നാൽ അതേ സമയത്ത് നമ്മൾ ആർദ്രതയുള്ളവരും മനസ്സലിവുമുള്ളവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അവരുടെ ദാരിദ്ര്യം ഒഴിവാക്കുവാൻ തക്കവണ്ണം നമ്മൾ അനുകമ്പയുള്ളവരും ആയിരിക്കണം. അതാണ് ദൈവം നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആ മനസ്സലിവുള്ളവരായിരിക്കണം. ഒരാൾ ദുഃഖിക്കുകയും ഭാരപ്പെടുകയും ഒക്കെ ചെയ്യുമ്പം അവരെ സഹായിക്കുന്ന ഒരു മനസ്സ് ദൈവത്തിന്റെ മനസ്സാണ്. അത് നമുക്കുണ്ടായിരിക്കണം. ചോദ്യം ചെയ്യാതെ അത് ചെയ്യണം. എന്നാലേ അവർക്ക് സഹായമായിട്ട് ഇരിക്കേണ്ട വ്യക്തികള് അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരം പെരുമാറ്റം നമ്മളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകരുത്. ഒരു ദൈവ പൈതലിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ഈ വചനം പ്രബോധനം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിച്ച് മാന്യത പുലർത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ വചനത്തിലൂടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, അടിയങ്ങളുടെ ലോകത്തില് ഓരോ ദിവസവും ദൈവം തരുന്ന അനവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ.
വീണ്ടും അവിടുത്തെ നന്മകളും അനുഗ്രഹങ്ങളും അവിടുന്ന് ഞങ്ങളോട് ക്ഷമിച്ച ക്ഷമയും എല്ലാം ഓർത്ത് അടിയങ്ങളും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സഹതാപം കാണിക്കുവാനും ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവരോട് ആർദ്രതയുള്ളവരായിരിക്കാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിലും ബുദ്ധിയുള്ളവരും ജ്ഞാനമുള്ളവരും ദൈവ മനസ്സുള്ളവരുമായി മറ്റുള്ളവരുടെ ഇടയിൽ സാക്ഷ്യം പ്രാപിച്ച് ജീവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങൾക്ക് കൃപ തരണം. ദാരിദ്ര്യ ദുഃഖങ്ങളെ മാറ്റിക്കൊടുക്കണമേ. രോഗദുഃഖങ്ങളും കഷ്ടങ്ങളും പെട്ടെന്നുണ്ടാവുന്ന പ്രതികൂലങ്ങളും കൊണ്ട് വളരെയേറെ ദരിദ്രരായി തീരുന്ന അനേക കുടുംബങ്ങളുണ്ട് കർത്താവെ. ദൈവം അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം അനുഗ്രഹപൂർണമാക്കി തരണം. ഈ ദിവസത്തിന്റെ എല്ലാ നേരവും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് യേശു മൂലം ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.